വളരെയധികം പ്രാവശ്യം എനിക്ക് സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ കൂടെ എന്നോട് പറഞ്ഞത് സാധ്യമല്ല, താൻ ഉത്തമനായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ശ്രീ ഗോതമരാജ വലിയ തമ്പുരാൻ പറഞ്ഞത്. പിന്നെ ഏറ്റവും അതിഗംഭീരമായ ഒരു ശക്തമായ പൂജാതിവിധി കർമ്മങ്ങളും എല്ലാം നടത്തി നല്ല രീതിയിൽ ഒരു പ്രൗഢി ഗാംഭീര്യത്തോടെ അവിടെ അടിയാൾ തമ്പുരാൻ സ്ഥാനം വഹിച്ചു വന്നത് ശ്രീ സേതുമാധവ പണിക്കരാണെങ്കിൽ ആ കുടുംബത്തെ പിന്നെ ആ തായ്വഴിയിൽ അനന്തരാവകാശിയായി പിന്നെ ഏക വ്യക്തി ശ്രീ രാജൻ പണിക്കരായിരുന്നു. അദ്ദേഹത്തിന് അസുഖവും കാഴ്ചശക്തിയുടെ കുറവുമൊക്കെ കാരണം അത് കൊണ്ടുനടക്കാൻ പ്രാപ്തൻ അല്ലാതെ വന്നപ്പോഴാണ് അമ്മേ ശരണം, ദേവീ ശരണം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പിലാപ്പള്ളിത്തറവാടിൻ്റെ ചരിത്രവും അവർക്കുള്ള ക്ഷേത്രവുമായി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രവുമായിട്ടുള്ള അനുഷ്ഠാനങ്ങളും അവർക്കുള്ള അവകാശങ്ങളും ക്ഷേത്രത്തിലേക്കുള്ള ചടങ്ങുകളെക്കുറിച്ചുമാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ പിലാപ്പള്ളിത്തറവാടിലെ കാരണവരും അതിൻ്റെ കാലാകാലങ്ങളിൽ ദേവിയുടെ കൂടെ ഇവിടെ വന്ന അവർ കർണാടകത്തിൽ നിന്നുള്ളവരായിരുന്നു എന്നാണ് രേഖകളിൽ കണ്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിദഗ്ധമായ ഒരു പഠനം ഞങ്ങളുടെ തറവാട്ടിലെ ശ്രീ ഡോക്ടർ വി രാമചന്ദ്ര പണിക്കർ എന്ന ചന്തുമാനും നമ്മുടെ വീരേന്ദ്ര മേനോനും കൂടി നടത്തുകയുണ്ടായി. അതിൽ നിന്നും അങ്ങനെ ഒരു തറവാട് കർണാടകത്തിലുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് രേഖകളിൽ തെളിവോടുകൂടി കിട്ടിയിട്ടുള്ളതായിരുന്നു. പിന്നെ അവരതിനെ കുറിച്ചിട്ട് അത് അങ്ങനെ പിന്നെ അത് നിർത്തി അതിനെക്കുറിച്ച് പിന്നെ അത്ര ഡീപ്പായിട്ട് പോയില്ല. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ദേവിയുടെ കൂടെ വന്ന രണ്ട് തായ്വഴികളായിരുന്നു ദേവിയുടെ കൂടെ വന്ന, ഒന്ന് പിലാപ്പള്ളി തറവാടും ഒന്ന് തേവറവട്ടവും. ഈ പിലാപ്പള്ളി തറവാടിന് ദേവിയുടെ കൂടെ വന്നപ്പോൾ ദേവിയായിട്ട് കൊടുത്തിരിക്കുന്ന ചില ചടങ്ങുകളും വെച്ചിട്ടുണ്ടെങ്കിൽ ദേവിയുടെ ക്ഷേത്രത്തിന് ഉള്ള കാരായ്മ പ്രവർത്തികൾ, പൂവടക്കൽ, അടിച്ചുതെളി, മറ്റു ചടങ്ങുകളൊക്കെ പിലാപ്പള്ളി തറവാടിന്. തേവറവട്ടത്തിന് ദേവിയുടെ ഇവിടുത്തെ പാത്രം കഴുകൽ, പാത്രത്തിൻ്റെ മറ്റേ ക്ലീൻ ചെയ്യൽ, അങ്ങനെയുള്ള പ്രവൃത്തികളും മറ്റ് ഇതൊക്കെയായിരുന്നു അവർക്ക് നൽകിയിരുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിനകത്ത് ഈ ചടങ്ങുകൾ നടത്തുമ്പോൾ ക്ഷേത്രം ശുദ്ധീകരിക്കുന്ന ചടങ്ങുകൾ അശുദ്ധി വന്നാൽ അത് പുണ്യാഹം തെളിച്ച് ശുദ്ധി വരുത്തുന്നത് ക്ഷേത്രത്തിലെ മൂത്തമ്മയാണ് ചെയ്യേണ്ടത്. അത് ഇന്നും അത് ആ ചടങ്ങുകൾ അവർ തന്നെയാണ് ചെയ്യുന്നത്. ക്ഷേത്രത്തിൽ പുണ്യാഹം തെളിക്കൽ, കുട്ടിയുടെ മൂത്രമൊഴിച്ചാൽ കുട്ടികൾ ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും അശുദ്ധി വന്നു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട കർമ്മമാണ്. പാലക്ക വേലൻ മറ്റേ കാവ് ഇതിൻ്റെ ചടങ്ങുമായി ബന്ധപ്പെട്ട് മലയം തട്ടാൻ വന്ന് താലി സമർപ്പണം മുതലായ ചടങ്ങുകൾ നടത്തിയാലും അത് ശുദ്ധി ചെയ്തോ എന്ന് വിളിച്ചു ചോദിച്ചാൽ ശുദ്ധി ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ തറവാട്ടിലെ കാരണവരായ സ്ത്രീ പറഞ്ഞാൽ മാത്രമേ അതിനകത്തോട്ടുള്ള പിന്നെ പ്രവേശനമുള്ള ആളുകൾക്ക്. അതേമാതിരി തന്നെ ദേവിയുടെ ഇത് പ്രകാരം ചെമ്പോലകളിൽ കണ്ടതനുസരിച്ച് ഇന്നും ദേവിക്ക് നിവേദ്യങ്ങൾ പടച്ചോറ് മുതലായ നേദ്യങ്ങളകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത്ര പടച്ചോറ് പിലാപ്പള്ളി തറവാടിന് കൊടുത്തതിന് ശേഷം മാത്രമേ ദേവിക്ക് ഇന്നും നിവേദ്യമുള്ളൂ. അത് തിടപ്പള്ളിയിൽ കൊടുത്തിട്ടാണ് കമിഴ്ത്തി വെച്ചിട്ടാണ് ഇന്നും പൂജ. അതേമാതിരി പായസം ആയാലും എല്ലാം സൈസ്യം, ഇത്ര സൈസ്യം പായസം വെച്ച് കഴിഞ്ഞാൽ അതിൽ ഇത്ര കോരിക ഈ തറവാട്ടുകാർക്ക് കൊടുക്കും. ഇന്നിപ്പോൾ 2 ഡിവിഷനായിട്ട് തിരിച്ചിട്ട് ഇപ്പോൾ തേവറോട്ടക്കാർക്കും അടിച്ചുകളിയുണ്ട് പിലാപ്പള്ളി തറവാട്. ഈ പിലാപ്പള്ളി തറവാട് എന്നൊരു വൈഡായിട്ട് കിടക്കുന്ന ഒരു കുടുംബങ്ങളാണ്. ഒന്ന് വടക്കേടത്ത് മഠം, വടക്കേടത്ത് കിഴക്കിയതിൽ, വടക്കേടത്ത് കാഞ്ഞിരപ്പറമ്പിൽ, കുറ്റിയിൽ, ഇളങ്ങുംതാഴത്ത്, ഇത്രയും സ്പ്രെഡ് ചെയ്ത കുടുംബങ്ങൾ ചേർന്നതാണ് പിലാപ്പള്ളി തറവാട്. അപ്പോൾ ഇവർക്ക് എന്താ ഇപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഈ പിലാപ്പള്ളി തറവാടുകാർക്ക് അശുദ്ധി എന്നും അശുദ്ധിയായിരിക്കും. കാരണം ആരെങ്കിലും ഏതെങ്കിലും ഒരാൾ മരിക്കുക, ഒരു പ്രസവം നടന്നാലും ഒക്കെ അശുദ്ധിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 16 ദിവസത്തെ ഇത് അവർക്ക് എടുക്കണം, ഫലശുദ്ധി എടുക്കും. 17-ാം ദിവസം ഇവർക്ക് കയറുള്ളൂ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഇപ്പോൾ പ്ലാപ്പള്ളി തറവാട് എന്നും അവർക്ക് അശുദ്ധമായിരിക്കും. അപ്പോൾ തേവറോട്ടക്കാർക്കാണ് അതിന് പകരം ഇത് കൊടുക്കുന്നത്, ചടങ്ങുകൾക്കെല്ലാം ഇത് കൊടുക്കുന്നത്. പിന്നെ പ്ലാപ്പള്ളി തറവാടിൽ നിന്നുമുള്ള വടക്കേടത്ത് നിന്നുള്ള ആദ്യത്തെ കോമരമായിരുന്നത് ഒരു ഗോപാല പണിക്കരായിരുന്നു. അദ്ദേഹമാണ് ഏറ്റവും കുറവ് കാലം അവിടെ ഇത് നടത്തിയിട്ടുള്ളത്. പിന്നീട് വന്നത് പരമേശ്വര പണിക്കർ. പരമേശ്വര പണിക്കനും അധികകാലം ഒന്നും ഉണ്ടായില്ല, എന്നാലും നല്ല ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും അതിഗംഭീരമായ ഒരു ശക്തമായ പൂജാതിവിധി കർമ്മങ്ങളും എല്ലാം നടത്തി നല്ല രീതിയിൽ ഒരു പ്രൗഢി ഗാംഭീര്യത്തോടെ അവിടെ അടിയാൾ തമ്പുരാൻ സ്ഥാനം വഹിച്ചു വന്നത് ശ്രീ സേതുമാധവ പണിക്കരാണ്. അദ്ദേഹം 2011 മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുടുംബത്തെ പിന്നെ ആ തായ്വഴിയിൽ അനന്തരാവകാശിയായി പിന്നെ ഏക വ്യക്തി ശ്രീ രാജൻ പണിക്കരായിരുന്നു. അദ്ദേഹത്തിന് അസുഖവും കാഴ്ചശക്തിയുടെ കുറവുമൊക്കെ കാരണം അത് കൊണ്ടുനടക്കാൻ പ്രാപ്തൻ അല്ലാതെ വന്നപ്പോഴാണ് എന്നിൽ ഈ സ്ഥാനം ചാർത്തപ്പെട്ടത്. അദ്ദേഹവും ശ്രീ ഗോതർമ്മരാജ വലിയ തമ്പുരാനും കൂടി ചേർന്ന് എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് വളരെ ശുദ്ധിയോടെയും വ്രതത്തോടെയും ചെയ്യേണ്ട ഒരു ഇതാണ്, താൻ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വളരെയധികം പ്രാവശ്യം എനിക്ക് സാധിക്കില്ല എന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. എന്നാൽ കൂടെ എന്നോട് പറഞ്ഞത് സാധ്യമല്ല, താൻ ഉത്തമനായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു എന്നാണ് ശ്രീ ഗോതർമ്മരാജ വലിയ തമ്പുരാൻ പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിർബന്ധിതനായിട്ട് എനിക്ക് ആ സ്ഥാനം തന്നു. അങ്ങനെ 2011 വടക്കേടത്ത് തറവാട്ടിൽ വെച്ച് എനിക്ക് അടിയാൾ തമ്പുരാൻ എന്ന സ്ഥാനം തന്നുകൊണ്ടും എന്നെ ആ സ്ഥാനത്ത് അവരോധിച്ചു. പിന്നീട് 3-4 വർഷം പിടിച്ച് ഞാനൊരു നല്ല വെളിച്ചപ്പാടായി മാറാനായിട്ട്. കാരണം പെട്ടെന്ന് കയറുന്ന വെളിച്ചപ്പാടാൻ പറ്റില്ല. അവിടെ വന്നിരുന്ന് മാനസികമായിട്ട് അതിന് വ്രതമെടുത്തും ശുദ്ധി വന്നു, അതിൻ്റെ ചൈതന്യം ശരീരത്തിൽ വന്നു. അങ്ങനെ 2016 ഞാൻ വെട്ടിത്തെളിഞ്ഞ് പരിശുദ്ധിയോടുകൂടി വെട്ടിത്തെളിഞ്ഞൊരു വെളിച്ചപ്പാടായി. 2018 പൂർണ്ണമായിട്ടുള്ള ഒരു വെളിച്ചപ്പാടായിട്ട് മാറിയത്. അനേകമായ മുറിവുകളേറ്റ് രക്തത്തിൽ കുളിച്ചാണ് ആ വെളിച്ചപ്പാട് വന്നത്. അന്ന് മുതൽ ഞാൻ ഇന്നേ വരയ്ക്കും ഏകദേശം ഒരു 400 ചില്ലാൻ പരം കോമരങ്ങളെ വെട്ടിത്തെളിയിച്ച ആ തറയിലിരുന്ന് വെളിച്ചപ്പാടൊക്കെയുണ്ട്. അപ്പോൾ പ്ലാപ്പള്ളി തറവാടിൻ്റെ അവകാശങ്ങൾ പിന്നീട് ഉത്സവകാലങ്ങളിൽ പ്ലാപ്പള്ളി തറവാട്ടിലെ സ്ത്രീകളെല്ലാം തന്നെ വെളുപ്പാങ്കാലത്ത് ഉത്സവത്തിന് കുത്തുവിളക്കും ആഭരണങ്ങളൊക്കെ അണിഞ്ഞുകൊണ്ടും ഭഗവതിയുടെ വരവിനെ കുത്തുവിളക്ക് പിടിച്ച് എതിരേൽക്കണം. പിന്നെ എല്ലാവിധ ക്ഷേത്രത്തിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും അവർക്ക് ഈ പ്ലാപ്പള്ളി തറവാട്ടുകാർക്ക് എല്ലാവർക്കും ഒരു കുഞ്ഞുകുട്ടി ആവാലവൃദ്ധ ജനങ്ങൾക്കും ഒരു 2 രൂപ വെച്ചിൽ നിന്നും അവർക്ക് സദ്യക്ക് 2 രൂപയാണ് കൊടുക്കുന്നത്. ഒരു കുട്ടിക്ക് താലപ്പൊലിക്ക് 2 രൂപ വെച്ചിട്ട് ആ കുടുംബങ്ങൾക്കൊക്കെ ഇന്നും കൊടുക്കുന്നുണ്ട്. അവർ 2 രൂപ വെച്ചാണ് കൊടുക്കണേ. അങ്ങനെ ഒരുപാട് അവകാശങ്ങളുള്ള ഒരു വലിയ കുടുംബമാണ് ഈ പ്ലാപ്പള്ളി തറവാട്. പിന്നെ പറയാനുള്ളത് വ്യക്തമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഈ വസൂരിമാലയുടെ അവിടെ ദേവിയെ കുളിപ്പിച്ച് ആ മുറി വൃത്തിയാക്കുക, പിന്നെ വസൂരിമാലയ്ക്ക് മഞ്ഞൾപ്പൊടി ചാർത്തുക എന്നുള്ള ചടങ്ങ് ദേവപ്രശ്നത്തിൽ കണ്ടൊരു കാര്യമാണ്. ദേവിയുടെ ദേഹത്ത് മഞ്ഞൾപ്പൊടി ചാർത്ത് ആടിക്കുക എന്നാണ് പറയാൻ. ആടിക്കുന്ന ആ ചടങ്ങ് ഈ തറവാട്ടിൽപ്പെട്ടവർ മാത്രമേ ചെയ്യാവൂന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇപ്പം ഇന്നും അവരാണ് നടത്തി വന്നത്. ദേവസ്വം ഇതിനെതിരെ കേസിന് പോയി. ദേവസ്വം അവിടെ കൗണ്ടർ പണിയുകയും ഒക്കെ ഉണ്ടായിട്ട് ദേവസ്വം 2 കേസുകൾ തോറ്റു. ഹൈക്കോടതിയിൽ പോയി ദേവസ്വം കേസ് തോറ്റ്. ഇന്നിപ്പോൾ ഇത് അവരുടെ തറവാട്ട് വക അവകാശമായി മാറി. ഇപ്പോൾ ആ കുടുംബത്തിലെ ഈ പറഞ്ഞ പ്ലാപ്പള്ളി തറവാട്ടിലെ ഈ 2 സ്ത്രീകളും ഇത് ഓരോ ദിവസമായിട്ട് ഇരുന്നിട്ടാണ് ഈ ചടങ്ങുകൾ നടത്തുന്നത്. അവിടെ കിട്ടുന്ന വരുമാനങ്ങൾ എന്തുണ്ടെങ്കിലും ഈ മഞ്ഞൾപ്പൊടി ആടിക്കുന്നതിന് നിരക്കോ നിയമങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ എന്ത് കൊടുക്കുന്നു ദക്ഷിണയായിട്ട് അത് അവർക്ക് സ്വീകരിക്കാം. ആ ദക്ഷിണ അവർ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു ഈ പടച്ചോറ് എന്ന് പറഞ്ഞത് അവർക്ക് അകത്ത് തിടപ്പള്ളിയിൽ ഒരു പടച്ചോറ് വീതം 2 കുടുംബക്കാർക്ക് പടച്ചു വയ്ക്കുന്നു. അത് അവർ അടിച്ചു തെളിക്കാൻ വരുന്നവരാരാന്ന് വെച്ചാൽ അവർ കൊണ്ടുപോകാറാ പതിവ്.
അതവിടെ ഉപേക്ഷിക്കില്ല. അത് ഭഗവതിയുടെ ഒരു നിയുക്തമായ ഇതാണ്. അതുകൊണ്ട് അവരത് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവർക്കാർക്കും ഇപ്പം ഇന്ന് സാമ്പത്തികമായിട്ടും ഒരു ഭഗവതിയുടെ കൂടെ കുറേ കാലത്ത് കഷ്ടപ്പെട്ടെങ്കിലും അന്നൊക്കെ 4 അണ 2 അണ 1 അണയൊക്കെ കിട്ടിയിരുന്ന അന്ന് കുടുംബ ദാരിദ്ര്യമായിരുന്നു. ഇന്നവർക്കൊക്കെ സാമ്പത്തികമായിട്ട് എല്ലാ നിലയിലും എല്ലാവരും നല്ല നല്ല നിലയിലാണ്. എല്ലാം ബെറ്റർ ഇതാണ്. അപ്പോൾ ഈ പ്ലാപ്പള്ളി തറവാടിന് അശുദ്ധി വരുമ്പോൾ തേവറോട്ടത്തിന് അശുദ്ധി വന്നാൽ പ്ലാപ്പള്ളി തറവാടിന് ചേർന്ന് കാര്യങ്ങൾ നടക്കും. ഇവർ 2 കൂട്ടർക്കും അശുദ്ധി വന്നിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലെ കോയ്മയാണ്, പിന്നെ അതിൻ്റെ വാരസ്യാരും കോയ്മയും കൂടി ആയിരിക്കും അത് ഏറ്റെടുക്കുക. ഇതാണ് ഇവിടേക്കുള്ള ചടങ്ങുകൾ.